വാർത്തയിലേക്ക്. ചൈനയിൽ പനിയും ന്യൂമോണിയയും പടരുന്നുവെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളടക്കം ചർച്ച ചെയ്യാൻ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. നാളെയോ മറ്റന്നാളോ ആയിരിക്കും യോഗം. രോഗനിർണയം നടത്താനും രോഗികൾ വന്നാൽ പരിചരിക്കാനും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ എല്ലാ ആശുപത്രികൾക്കും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൈനയിലെ വൈറസ് സംബന്ധിച്ച് നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു. അതേസമയം ചൈനയിൽ ജനജീവിതം സാധാരണമാണെന്നും എന്തെങ്കിലും മുന്നറിയിപ്പോ നിയന്ത്രണമോ ഏർപ്പെടുത്തിയതായി അറിയില്ല എന്നുമാണ് ചൈനയിൽ നിന്നുള്ള മലയാളികൾ പ്രതികരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷിജോ, ചൈനയിൽ ന്യൂമോണിയയും അതുപോലെ തന്നെ പനിയും ബാധിച്ച് ഒരുപാട് പേർ ചികിത്സ തേടുന്നു. അവിടെ HMPV എന്ന വൈറസ് പടരുകയാണ് എന്ന തരത്തിലുള്ള ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകൾ പുറത്തുവരികയാണ്. ഈ വാർത്തകളോട് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം എന്താണ്? കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? നമ്മൾ ഏത് രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത്? ദിവ്യ, ചൈനയിൽ ഈ വൈറസുകൾ പടർന്നു പിടിച്ച് പനിയും ന്യൂമോണിയയും അടക്കമുള്ള രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് ആളുകൾ ചികിത്സ തേടുന്നു എന്നുള്ള വാർത്ത അന്തർദേശീയ തലത്തിൽ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് വരും ദിവസങ്ങളിൽ യോഗം ചേരുക. എന്തായാലും കേന്ദ്രത്തിൽ നിന്ന് ഇത് ആശങ്കപ്പെടേണ്ട സാഹചര്യമാണെന്നോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമോ എന്നുള്ള പ്രത്യേക മുന്നറിയിപ്പൊന്നും വന്നിട്ടില്ല. പ്രത്യേകിച്ച് ലോകാരോഗ്യ സംഘടനയടക്കം ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യമുണ്ട് എന്നുള്ള അറിയിപ്പോ നൽകിയിട്ടില്ല. പക്ഷേ ചില മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട ചില നടപടികൾ കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ചില യോഗങ്ങൾ ചേരും. നമുക്കറിയാം 2018 ആ സമയങ്ങളിൽ ഈ പറയുന്ന കോവിഡ് ആദ്യമേ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു അജ്ഞാത വൈറസ് ബാധിച്ച് കുറേയധികം ആളുകൾ പനിയൊക്കെ ബാധിച്ചുകൊണ്ട് ആശുപത്രിയിൽ ചികിത്സ തേടുന്നു എന്നുള്ള വാർത്തയാണ് ചൈനയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. അതായത് ഒരു അജ്ഞാത വൈറസ് ബാധിച്ചുകൊണ്ട് പനി ബാധിച്ചും ന്യൂമോണിയ ബാധിച്ചും ചില ആളുകൾ ചികിത്സ തേടുന്നു. പിന്നീടാണ് ലോകാരോഗ്യ സംഘടന പോലും ഇത് COVID-19 അതായത് കൊറോണയാണ് എന്ന് പിന്നീട് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നൊരു ഒരു വൈറസ് പിന്നീട് ലോകരാജ്യങ്ങളിലേക്ക് തന്നെ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ലോക്ക്ഡൗണിലേക്ക് അടക്കം എല്ലാ രാജ്യങ്ങളും പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമൊന്നും ഇപ്പോഴില്ല. അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ വൈറസുകളുടെ പ്രജനന കാലമാണ് എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പുതിയൊരു വൈറസ് കൂടി വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പകർച്ചവ്യാധികൾക്ക് കാരണമാകും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഏതൊക്കെ രീതിയിൽ ഇങ്ങനെ വന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും, ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കണം, ഇതടക്കമുള്ള കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഗർഭിണികൾ, കുഞ്ഞുകുട്ടികൾ, പ്രായമായവർ, മറ്റ് രോഗമുള്ള ആളുകൾ മാസ്ക് ധരിക്കുക എന്നുള്ളത്. മാസ്ക് ധരിക്കുന്നത് കോവിഡിനെ പ്രതിരോധിക്കാൻ മാത്രമല്ല, മറ്റു പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണ കവചം ഒരുക്കാൻ മാസ്കിന് ഒരു പരിധിവരെ കഴിയും. അപ്പോൾ ആ രീതിയിലുള്ള മുൻകരുതൽ നടപടികളൊക്കെ സ്വീകരിക്കാനാണ് ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായാൽ അവിടുന്ന് കൂടുതൽ ആളുകൾ കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, പ്രവാസികൾ. അങ്ങനെ വരുമ്പോഴാണെങ്കിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ കണ്ടെത്തിയാൽ അവർക്ക് കൃത്യമായിട്ടുള്ള പരിചരണവും ചികിത്സയും നൽകാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്.